നമസ്കാരം. കേരള പോലീസിൽ ഇടിവീരന്മാരുടെ കഥകൾ മാത്രമല്ല പുറത്തുവരുന്നത്. രാത്രിയാകുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്ന ചില നരമ്പ് രോഗവും എല്ലാം ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ആകെ നാണം കെടുന്നത് പോലീസ് സേന ഒന്നാകെയാണ്. എന്നാൽ രാത്രികളിൽ അശ്ലീല മെസ്സേജുകൾ അയക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തെളിവുകൾ ഉണ്ടായിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. 2 വനിതാ ഉദ്യോഗസ്ഥർ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. നിലവിൽ വാഹനാപകട കേസിലെ പരാതിക്കാരിയോട് കുശലം ചോദിച്ച് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയച്ച പോലീസുകാരനെതിരെ കേസെടുത്തിരിക്കുകയാണ്. പിന്നാലെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ പോലീസ് സേനയിലെ ഇരട്ട നീതിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അടൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സുനിലിനെതിരെയാണ് തിരുവല്ല പോലീസ് കേസെടുത്തത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പോലീസുകാരനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും ഇറങ്ങി. സംഭവം എന്താണെന്നാൽ, സുനിൽ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ 2022 നവംബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. വാഹന അപകടവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ വന്ന യുവതിക്ക് വാട്സാപ്പ് മുഖേന ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്നിങ്ങനെ മെസ്സേജ് അയച്ചുവെന്നാണ് യുവതി നൽകിയ പരാതിയിലുള്ളത്. 2024 ഡിസംബർ 31, 2025 ജനുവരി 6, 22 തീയതികളിലും മെസ്സേജ് അയച്ചുവെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. പരാതിക്കാരി ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും DGP, DIG എന്നിവർക്കാണ് അയച്ചു കൊടുത്തത്. പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ASI മിത്ര മുരളി യുവതിയുടെ താമസ സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സുനിലിനെ തിരുവല്ലയിൽ നിന്ന് അടൂർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവും ഇറങ്ങി. പുതിയ സ്ഥലത്തേക്ക് ജോലിക്ക് ചേർന്നതിന് പിന്നാലെയാണ് സസ്പെൻഷൻ ഉത്തരവും പുറത്തിറങ്ങിയത്. സുനിലിന്റെ സസ്പെൻഷനോടെ പോലീസിലെ ഇരട്ട നീതിയാണ് അല്ലെങ്കിൽ ഇരട്ട മുഖമാണ് കേരള പോലീസിനുള്ളത് എന്നൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അതായത് സീനിയേഴ്സും എന്ത് കുറ്റങ്ങൾ ചെയ്താലും സീനിയേഴ്സിനെ ആർക്കും ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ഒരു നടപടിയോ ഉണ്ടാവില്ല. പക്ഷേ ജൂനിയേഴ്സ് എന്തെങ്കിലും ഒരു തെറ്റുകൾ, ചെറിയൊരു തെറ്റ് പോലെ ചെയ്താലോ സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോകുന്നു എന്ന ഒരു പുതിയൊരു പോർമുഖത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. സുനിൽ യുവതിക്ക് മോശം സന്ദേശമൊന്നും അയച്ചിട്ടില്ല എന്നതാണ് വ്യക്തം. കൂടാതെ ഒരു തരത്തിലുമുള്ള അശ്ലീല മെസ്സേജുകൾ അയച്ചിട്ടില്ല. പിന്നെ എന്തിന് സസ്പെൻഷൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജുകൾ മാത്രമാണ് അയച്ചിട്ടുള്ളത്. പത്തനംതിട്ട മുൻ SP-യും നിലവിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള AIG-യുമായ BG വിനോദ് കുമാർ സമാനമായ കുറ്റകൃത്യം ചെയ്ത ആളാണ്. മാത്രമല്ല, മോശ ഉദ്ദേശത്തോടെയുള്ള അശ്ലീല സന്ദേശമാണ് വിനോദ് കുമാർ 2 വനിതാ SI-മാർക്ക് അയച്ചു കൊടുത്തത്. രാത്രി ഏറെ വൈകി അയക്കുന്ന സന്ദേശങ്ങൾ പ്ലീസ് കോൾ മീ എന്നൊക്കെ ഉൾപ്പെടെയുള്ള വൃത്തികെട്ട സന്ദേശങ്ങൾ അയക്കുമായിരുന്നുവെന്ന് വനിതാ ഉദ്യോഗസ്ഥർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിൽ എല്ലാം അക്കമിട്ട് പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വനിതാ SI-മാർ സ്ക്രീൻഷോട്ട് സഹിതം പരാതി നൽകുകയും വ്യക്തമായ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടും AIG-ക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, SI-മാരുടെ മൊഴി ചോർത്തി ഇദ്ദേഹം തന്നെ ഓൺലൈൻ പോർട്ടലിന് നൽകിയെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഒരേ പരാതിക്ക് 2 തരം നീതി നടപ്പാക്കുന്നതിൽ പോലീസിലും അതൃപ്തി ഏറെയാണ്. അതായത് സീനിയർ ഉദ്യോഗസ്ഥർക്ക് ഒരു നീതിയും മറ്റുള്ള ജൂനിയർ ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു നീതിയുമാണ് കേരള പോലീസിൽ നടപ്പിലാക്കുന്നത് എന്ന് ചുരുക്കം. ഇതോടെ ജനമൈത്രി പോലീസ് എന്ന ആ വാക്കിന്റെ ജന എന്ന് തന്നെ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അല്ലെങ്കിൽ ജനങ്ങൾ പോലീസിനെ നോക്കി ഒരു നാണത്തോടെ അല്ലെങ്കിൽ കളിയാക്കി ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് കേരള പോലീസിലുണ്ടാകുന്ന പുകച്ചിലുകൾക്ക് വരും ദിവസങ്ങളിൽ ശക്തി കൂടുന്നതാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.